ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് നീറ്റ് 3D ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ്. ഗൗതമേ, 40 വർഷത്തിനിപ്പുറമാണ് ഒരു 3D സിനിമ മലയാളത്തിൽ വരുന്നത്. വളരെ മനോഹരമായി കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, അധികം വയലൻസോ ആക്ഷനോ ത്രില്ലറോ ഒന്നും അല്ല എങ്കിലും കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ എന്ന ലേബലിലാണ് ബറോസ് വന്നിരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇറങ്ങിയത്. ആ പ്രചാരണമാണ് ലാലേട്ടൻ പോലും ആ സിനിമയ്ക്ക് കൊടുത്തത്. ബറോസ് കണ്ടോ? ബറോസ് കണ്ടു. അപ്പോൾ കൃത്യമായി ഈ സിനിമയെപ്പറ്റി എന്താണ് ഗൗതമിൻ്റെ ഒരു അഭിപ്രായം? അത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇത് ഒരു 3D സിനിമയാണ്, അതിന് വലിയ ക്വാളിറ്റി ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും ഈ സിനിമയ്ക്കെതിരെ ഈ സിനിമ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തരത്തിലുള്ള റിവ്യൂ ഒക്കെയാണ് വരുന്നത്. കാരണം എല്ലാ റിവ്യൂവേഴ്സും അല്ല, ഒരുപാട് നല്ല റിവ്യൂവർമാർ നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആളുകളെല്ലാം പരിഹസിക്കുന്നു. പിന്നെ ഈ വയലൻസ് ഉള്ള സിനിമ മാത്രമേ, അല്ലെങ്കിൽ ആക്ഷനുള്ള സിനിമ മാത്രമേ നല്ല സിനിമകളുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഗൗതം ഇത് കണ്ടിട്ട് ഗൗതമിൻ്റെ ഒരു നിരീക്ഷണം എന്താണ്? ഈ റിവ്യൂകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. അതായത് ഒരു ഭയങ്കര മോശം സിനിമയായിരിക്കും, കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട്, എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമാനുഭവം എന്നതിനപ്പുറം ഒരു വിഷ്വൽ ട്രീറ്റാണ് യഥാർത്ഥത്തിൽ ബറോസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു 3D ചിത്രമൊക്കെ വളരെ പാർത്ഥൻ പറഞ്ഞ പോലെ തന്നെ 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു 3D ചിത്രം മലയാളത്തിൽ വരുന്നത്. അങ്ങനെയാണ് മോഹൻലാൽ പോലും അവകാശപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഈ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിപ്പിക്കണം എന്നാണ് പറയുക. ആർട്ട് ഷുഡ് എക്സ്പീരിയൻസ് യു എന്നാണ് പറയുക. ആ എക്സ്പീരിയൻസ് ശരിക്കും തരുന്ന ഒരു സിനിമയാണ്. കാരണം കൺമുമ്പിൽ നമ്മളൊരു വലിയൊരു ദൃശ്യാനുഭവം നമ്മളെ കാണിച്ചു തരുന്ന ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ആണ് ബറോസ് എന്നതാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതിന് മറ്റനേകം പോരായ്മകൾ ഉണ്ടെങ്കിലും, പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്കെതിരെ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ ചില പ്രത്യേക സംഘങ്ങൾ ഒരു ഗൂഢ താല്പര്യവുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മോഹൻലാലിനെ കളിയാക്കുക, മോഹൻലാലിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്കിടയിൽ, ഞാനത് പ്രത്യേകം പറയുകയാണ്, അത് അങ്ങനെ തന്നെയാണ്, അതൊരു വസ്തുത തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറുകയാണെങ്കിൽ ഈ ചില ആളുകളാണ് ഈ ചിരിക്കുന്ന ഇമോജിയുമായിട്ട് രംഗത്ത് വരും. ഈ ആളുകൾക്കിടയിൽ ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ആള് മലയാള മേഖലയിൽ തൻ്റെതായ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് ചില ആളുകൾക്ക് കുരുപൊട്ടും. ഈ കുരുപൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധിക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും, ഇത് ശരിക്കും കൈയടിക്കേണ്ട. കാരണം നമ്മൾ ഒരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള വളരെ പുതുമ സമ്മാനിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഗെറ്റപ്പിൽ മുട്ടയൊക്കെ അടിച്ചുകൊണ്ടുള്ള മോഹൻലാലിന് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ആ രീതിയിൽ അദ്ദേഹം ഒരു ഏറ്റവും ഒരു പുതുമയായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഇവിടെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഏറ്റവും പുതുമയായിട്ടുള്ള അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തരുന്ന ഒരു അറ്റംപ്റ്റ് മോഹൻലാൽ നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ അറ്റംപ്റ്റുകളൊക്കെ അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിജയ സാധ്യതകളിലേക്ക് ചില സിനിമകളൊന്നും എത്തുന്നില്ല. ഇപ്പോൾ എലോൺ പോലുള്ളൊരു സിനിമ ഞാൻ കണ്ട സിനിമയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ്. കാരണം അതിൽ ഒരു സിംഗിൾ കഥാപാത്രം മാത്രമേ ഉള്ളൂ. ആ കഥാപാത്രത്തിലൂടെയാണ് സാധനം മൊത്തം പോകുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് വളരെ ഷോക്കായതുകൊണ്ട് ആ പഴം പൊട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ രീതിയിൽ സാധ്യതയുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഈ എലോണൊക്കെ, ഷാജി കൈലാസിൻ്റെ. അപ്പോൾ ഇത്തരം രീതിയിൽ പരീക്ഷണങ്ങൾ, മോഹൻലാൽ ചെയ്യുന്ന പല പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിലും അദ്ദേഹം ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരുന്നു എന്നത് പറയുന്നത് വളരെയധികം നമ്മൾ ഗംഭീരമായിട്ട് കൈയടിക്കേണ്ട ഒരു സാധനമാണ്. ഈ സിനിമ ഇപ്പം മമ്മൂട്ടിയാണ് ചെയ്തതെങ്കിൽ, ഇപ്പം ഈ ബറോസ് എന്ന് പറയുന്ന സിനിമ ഇതേ സ്ക്രിപ്റ്റിൽ മമ്മൂട്ടി അഭിനയിച്ചു എന്ന് വിചാരിക്കുക, ഇപ്പം ഈ കേൾക്കുന്ന ഈ ആക്ഷേപമില്ലേ, ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? കാരണം അതങ്ങനെയാണ്. കാരണം ഉണ്ടാവില്ല. ഈ വലിയ രീതിയിൽ മമ്മൂട്ടി ഭയങ്കര ഒരു പരീക്ഷണ ചിത്രം ചെയ്തു, ഇത്രയും ബോൾഡായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ ആ ഒരു മനസ്സിങ്ങനെ വല്ലാതെ തുടിക്കുകയാണ്, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കയ്യടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു നറേഷനാണ് ആ ഒരു നറേഷനാണ്. മോഹൻലാൽ പുതുമയായിട്ട് ഏതെങ്കിലും രീതിയിൽ സാധനം വരുമ്പോൾ ഇയാൾക്ക് ഈ ചരിത്രപരമായിട്ടുള്ള സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ യഥാർത്ഥത്തിൽ മോഹൻലാലിനെതിരെ കുറേ കാലങ്ങളായിട്ട് ചില ഗൂഢസംഘങ്ങൾ, ചില പ്രത്യേക സംഘങ്ങൾ രംഗത്തിറങ്ങുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ ബറോസിനെതിരെ ഇപ്പം നടക്കുന്ന ഈ അതികഠിനമായിട്ടുള്ള ഈ ഒരു ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ കണ്ടിട്ട്
പുറത്ത് വരുമ്പോൾ ഈ ബൈറ്റ് നൽകി. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ബ്രോഡ്വേ മ്യൂസിക്കൽ ഫാൻറ്റസി അനുഭവം തരുന്നൊരു സിനിമയാണ്. പ്രേക്ഷകരോട് ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, ദയവേത് ഈ സിനിമ കാണണം, ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയൊരു എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമയാണ് എന്നാണ് അദ്ദേഹം തന്നെ അഭിപ്രായപ്പെടുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ലിജു അങ്ങനെ അഭിപ്രായപ്പെടുന്ന ഒരാളല്ല. അതെ, അതൊരു വലിയ കാര്യമാണ്. എൻ്റെ സംശയം എന്ന് പറയുന്നത്, ഇപ്പം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ സിനിമ അത് കുട്ടികൾക്ക് വേണ്ടി എടുത്തൊരു സിനിമയാണ്. മലയാളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എടുത്തിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞത് ഇത് കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്, അത് പ്രത്യേകിച്ച് ഊന്നൽ കൊടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന് പറയുന്നതിനോട് ലാലേട്ടൻ നീതി പുലർത്തി എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളും കാണാൻ പോകുന്ന ആളുകളൊക്കെ ഇത് അറിഞ്ഞിട്ടും, ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്, ആ ഗ്രേഡിലാണ് ഈ സിനിമ പോവുക എന്ന് അറിഞ്ഞിട്ടും, അല്ല ആ ഗ്രേഡിലാണ് പോവുക എന്ന് അറിഞ്ഞിട്ടും ഇതെന്ത് സിനിമ ഇത്, പിന്നെ എന്താണ് ഇവരുടെയൊക്കെ വാക്കുകളിൽ വരുന്നത്, ഇതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട സംഗതി കിട്ടിയില്ല. എന്താണ്, അങ്ങ് പറന്നടിക്കുക, അങ്ങ് 2 വണ്ടി കൊണ്ട് ഇടിപ്പിക്കുക, തോക്ക് കൊണ്ട് വെടിവെക്കുക, ഇനി അല്ലെങ്കിൽ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനം, ഇതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ലാലേട്ടൻ ചെയ്ത അതേ ഒരു സംവിധാനം ചെയ്തൊരു സിനിമയാണ്, അതിൻ്റെ ആ പക്വത നോക്കാതെ അതിനെ അപലപിക്കുന്നു എന്ന് പറയുന്നത് ഒരു അജണ്ട തന്നെയല്ലേ? കൃത്യമായിട്ടും അതൊരു അജണ്ട തന്നെയാണ്. അതിന് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ തയ്യാറാകരുത്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് മോഹൻലാൽ ഇനി ഒരിക്കലും മാസ് സിനിമകൾ, ഈ പറയുന്ന പഴയ ടിപ്പിക്കൽ രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ നടനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് മോഹൻലാൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അടുത്തിടെ നടന്നൊരു അഭിമുഖത്തിന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പുതുമുഖ ആളുകൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ടിപ്പിക്കലായിട്ടുള്ളൊരു മോഹൻലാൽ രീതിയിലാണ് അവർ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കഥകളൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മോഹൻലാൽ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പല ആളുകളും കഥ എഴുതുന്നത്. അതല്ല വേണ്ടത്, കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത്തരം രീതിയിലുള്ള സിനിമകളാണ് ഇനി 2025 അദ്ദേഹത്തിൻ്റെ ലൈനപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്, തരുൺമൂർത്തിയുടെ ഉൾപ്പെടെ സിനിമയടക്കം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അപ്പം ബറോസ് ഒരു കാരണവശാലും ഡീഗ്രേഡ് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയല്ല. യഥാർത്ഥത്തിൽ മലയാളത്തിൻ്റെ ഒരു അഭിമാനമാണ് ബറോസ്. അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ കയ്യടി നൽകേണ്ടത് നമ്മുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന സന്തോഷ് ശിവനും അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള സന്തോഷ് രാമൻ അദ്ദേഹത്തിനുമാണ്. അത് ആർട്ട് ഡയറക്ഷനൊക്കെ അതിഗംഭീരമായിട്ടാണ്. ഈ കടലിനടിയിലാണ് യഥാർത്ഥത്തിൽ ഈ ബറോസിൻ്റെ ഒരു ലോകം, ഈ സ്വപ്ന ലോകം എന്ന് പറയുന്നത്. അവിടെ ഈ 13 വയസ്സുകാരിയായിട്ടുള്ള കുട്ടി നിധി അനന്തരാവകാശി, ഗാമയുടെ അനന്തരാവകാശി നിധിയുമായിട്ട് വരുന്നു. അവർക്ക് ആ കുട്ടിയുമായിട്ടുള്ളൊരു ബന്ധം, പക്ഷേ ഇവിടെ ഒരു സ്ക്രിപ്റ്റിങ്ങിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. കാരണം എവിടെയൊക്കെയോ നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ ബ്രില്യൻസ് ഒക്കെ അധികം കിട്ടില്ലാണെങ്കിലും ഇത്തരം രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യാലിറ്റി എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേരുണ്ട്, ജിജോ പുന്നോസ് എന്നുള്ളൊരു ആളുടെ പേര്. അദ്ദേഹത്തെ ജീനിയസ് എന്നാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ കഥയുടെ ഈ ഒരു സാധനം ആദ്യം ചിന്ത ഉദിക്കുന്നത് ഈ ജിജോ പുന്നോസിൻ്റെ തലയിലാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ ബറോസ് എന്ന് പറയുന്ന സിനിമ ഒരു മലയാളി പ്രേക്ഷകർക്കല്ല, ഇതൊരു വേൾഡ് പ്രേക്ഷകർക്ക്, അതായത് ഒരു ആഗോള പ്രേക്ഷകർക്കായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനും കാര്യങ്ങളും ഒക്കെ. പക്ഷേ കോവിഡിന് ശേഷം ഈ സിനിമയുടെ ഷൂട്ടിങ് ബുദ്ധിമുട്ടിലാവുകയും പിന്നീട് ഈ സിനിമ തന്നെ ഇല്ലാതാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ രൂപപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം ഇതിൻ്റെ തിരക്കഥ, അതായത് ജിജോ പുന്നോസ് എന്ന് പറയുന്ന ജീനിയസ് എഴുതിയ തിരക്കഥ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D, അതോടൊപ്പം തന്നെ പടയോട്ടം സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ 70mm അത് ഡയറക്റ്റ് ചെയ്ത ആൾ, അങ്ങനെ ഒരാൾ എഴുതിയ തിരക്കഥ, അങ്ങനെ ഒരാളുടെ പ്രൊഡക്ഷൻ ഡിസൈൻ, ആ ഡിസൈൻ അല്ല ഇപ്പം കാണുന്ന ഈ ബറോസിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ബ്ലോഗ് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ സിനിമ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനൊരു സാന്നിധ്യം വായിച്ചിട്ടില്ല. ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വായിക്കുകയും അത് ഇമാജിൻ ചെയ്യാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നത് ജിജോ സാറിനെ പോലെയും ലാലേട്ടനെ പോലെയുള്ള ലെജൻസിന് മാത്രം കഴിയുന്നതാണ്. അതായത് മോഹൻലാലിന്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തിരക്കഥയെ രൂപപ്പെടുത്തുന്നു, ക്യാരക്ടറൈസേഷൻ ആ രീതിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, പിന്നീട് എൻ്റെ റോൾ ഇതിൽ ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഈ ബ്ലോഗിൽ ജിജോ പുന്നോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ കൃത്യമായിട്ട് ബറോസിൽ
കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. വെറുതെ കുറേ അനാവശ്യമായിട്ടുള്ള കുറേ ഈ വൂഡോ എന്ന് പറഞ്ഞൊരു ആനിമേറ്റഡ് ക്യാരക്ടർ ഉണ്ട്. ഈ ക്യാരക്ടറിനെ കൊണ്ടൊക്കെ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ തന്നോട് ചോദിക്കുന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ വേണ്ടാത്ത ഒരു പഴയ കോമഡികളൊക്കെ ഇതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അതൊക്കെ വെറും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ മോഹൻലാലിനെ ഒരു കള്ളുകൂടി കഥാപാത്രം പോലെയൊക്കെ കാണിച്ചിരിക്കുന്നു. അതൊക്കെ ഈ ഫാൻസിനെ, ടിപ്പിക്കൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് മോഹൻലാലിൻ്റെ കയ്യിൽ നല്ല പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഈ ഒടിയൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കിടിലൻ സബ്ജക്റ്റാണ്, യൂണിവേഴ്സൽ സബ്ജക്റ്റാണ് ഒടിയൻ. അതിനെ ഏത് രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? വഷളാക്കിയിട്ട് വെറുതെ വേണ്ടാത്ത മസാലകളും ഈ വില്ലൻ്റെ ഓരോ പരിപാടിയൊക്കെ കാണിച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. അല്ല, അത് സംവിധായകന്റെ പോരായ്മയാണ്. അത് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു ക്ലാസിക്കൽ ടച്ചിലാണ് ഒടിയൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുമായിട്ടാണ് ഈ ഒടിയൻ്റെ യുദ്ധം. ഇലക്ട്രിസിറ്റിയാണ് ഇതിലുള്ള വില്ലൻ. ഒരു ക്ലാസിക്കൽ ടച്ചിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. പിന്നീട് അത് പ്രൊഡ്യൂസർ രംഗത്ത് വരികയും ഒരുപാട് ഇടപെടലുകൾ നടത്തുകയും തിരക്കഥ മാറ്റി എഴുതുകയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം കാണുന്ന ഒടിയൻ വന്നതെന്ന് ഈ VA ശ്രീകുമാർ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒടിയൻ എഴുതിയത് ആരാണ്? കുട്ടിസാങ്ക് പോലുള്ള നാഷണൽ അവാർഡ് കിട്ടിയ തിരക്കഥാകൃത്ത്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹമാണ് ഒടിയൻ്റെ തിരക്കഥാകൃത്ത്. അപ്പോൾ ഈ രീതിയിൽ നല്ല സബ്ജക്റ്റുകളെ ഈ പറയുന്ന മോഹൻലാലിൻ്റെ ടിപ്പിക്കൽ ഓഡിയൻസിന് കാണിക്കണമെന്ന ഉദ്ദേശത്തിൽ മാറ്റുക, അല്ലെങ്കിൽ അതിനെ ആ ഒരു രീതിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഒടിയനും അതോടൊപ്പം തന്നെ ബറോസിനും സംഭവിച്ച ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പരാജയമാണ്. ഈ പറയുന്ന പക്ഷേ ഒടിയനെയും ബറോസിനെയും താരതമ്യം ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കും ഒടിയനെ പോലെയാണ് ബറോസ് എന്ന്. അങ്ങനെയാണോ? അതായത് രണ്ടും ഒരു ഫാന്റസിയാണ്, രണ്ടും മിത്തിക്കലായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്, ഒരു മുത്തശ്ശി കഥ തന്നെയാണ്. ഒടിയൻ എന്ന് പറയുന്നത് മന്ത്രവാദത്തിൻ്റെ ഇരുട്ടിൻ്റെ മറവിൽ പല രൂപങ്ങൾ പ്രാപിക്കുന്ന ഒരു സാധനമായിട്ടാണല്ലോ ഒടിയൻ. അതുപോലെ തന്നെ ബറോസ് എന്ന് പറയുന്നത് ഒരു മുത്തശ്ശി കഥ പോലുള്ള ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു കഥയുടെ ബേസാണുള്ളത്. അതാണ് ഞാൻ താരതമ്യം ചെയ്തിരിക്കുന്നത്. ആ ബേസിനെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇപ്പം ഏറ്റവും അവസാനിപ്പിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ പറയുന്ന ട്രീറ്റ് തന്നെയായിരിക്കും ബറോസ് എന്ന് പറയുന്നത്. അത് യാതൊരു തരത്തിലുള്ളൊരു സംശയവുമില്ല. ഇതൊരു നല്ല രീതിയിലുള്ളൊരു അറ്റംപ്റ്റാണ്. പല രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു അറ്റംപ്റ്റാണ്. ഇതിനൊരിക്കലും നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്, ഇതിനെ ഡീഗ്രേഡ് ചെയ്യുകയല്ല വേണ്ടത്. ചില ഗൂഢസംഘങ്ങൾ ഈ താല്പര്യമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അവരെ കാര്യമൊക്കെ ഓർത്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ശരി.